ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടാറോ കാർഡാണ്. ആ കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓറക്കഡൊക്കെ കൂടി നോക്കും. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്താണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നമുക്ക് കാർഡ്സിലൂടെ നോക്കാം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് എടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ കാർഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് തന്നെ ജസ്റ്റിസ് ആണ്. ഇന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്റ്റിലാണ്, സെപ്പറേഷനിലാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നീതിയാണ്. നിങ്ങൾ അത്ര കണ്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യായം വേണം, ഒരു നീതി വേണം, എൻ്റെ ഭാഗത്താണ് ശരി എന്ന് നിങ്ങൾ ഇന്ന് യൂണിവേഴ്സിനോട് പറയുന്നു. ഇവിടെ നിങ്ങളുടെ സൈഡും നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡും കണ്ടുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു നീതി നൽകാൻ പോകുന്നു, ജസ്റ്റിസ് നൽകാൻ പോകുന്നു. എന്താണ് യൂണിവേഴ്സ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷൻ ആവാൻ കാരണം എന്താണോ ആ ഒരു കാരണത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ ഒരു സത്യം നിങ്ങൾ അറിയാൻ പോവുകയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷൻ ആവാൻ കാരണം എന്താണോ ആ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിയാൻ പോകുന്നു എന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരാൻ പോവുകയാണ്. ഒരു കാർമിക് ലെസൺ ഉണ്ടായിക്കൊണ്ട് ഒരു പുതിയ ലെസൺ നിങ്ങളിലേക്ക് വരികയാണ്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാൻ പോവുകയാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ വളരെയേറെ വേദനിച്ചിരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ വളരെയേറെ മാനസിക സംഘർഷത്തിലൂടെ, മാനസികമായിട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു ബാഡ് കർമ്മയാണ്. അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിനുശേഷം ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത് ഒരു ഗുഡ് കർമ്മയാണ്. അതെന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്നു. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരു ദോഷ സമയം ഉണ്ടാവില്ല അല്ലേ? ഈ വീലെന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയം കടന്നു പോകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷവും വരാൻ പോവുകയാണ്. ഒരു ബാഡ് ടൈം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗുഡ് ടൈം വരാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് ജസ്റ്റിസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവരും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷനാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ജസ്റ്റിസ് തരുന്നു. അത് നിങ്ങളുടെ മനസ്സും അവരുടെ മനസ്സും എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആരുടെ ഭാഗത്താണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നീതി നിങ്ങളിലേക്ക് തരാൻ പോകുന്നു. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒറക്കൽ ഡെക്ക് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ, അവരുടെ മനസ്സിലുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി തന്നെയാണ് നമ്മൾ കാർഡ് എടുക്കുന്നത്. ഇവിടെ സെൽഫ് ലവ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. നിങ്ങൾ ഹീലാവാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കഴിഞ്ഞുപോയ ഈ ഒരു സമയത്തിൽ, ഇന്നലെ വരെ ഉണ്ടായ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിരുന്നു. ഇവിടെ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് എന്താണ്? നിങ്ങളെ തന്നെ സ്നേഹിക്കാനാണ്, സെൽഫ് ലവ് ചെയ്യാനാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു ടീച്ചിങ് നടത്തിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ പുതുതായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളിലേക്കൊരു പുതിയൊരു ലൈഫ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹീലാക്കി കളയാണ്. നിങ്ങളുള്ള വേദനകൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, അവരെല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ഹീലാക്കി കളയുന്നു. നിങ്ങളിലെ മുറിവുകളെ ഹീലാക്കി കളയുന്നു. ഇതാണിപ്പോൾ നിങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് യൂണിവേഴ്സ് ഓറക്കൽ ഡെക്കിലൂടെ പറയുന്നു.
നെക്സ്റ്റ് നമുക്ക് ടാരോ കാർഡ് കൂടി എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഏസ് ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ നിങ്ങളിലുള്ള വേദന ഇവിടെ നിങ്ങൾ ഹീലാക്കി കളയാണ്. അപ്പോൾ പെൻഡക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രസ്സിനെയാണ് കാണിക്കുന്നത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പുരോഗതിയെ, ആ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഹീലാകുന്നു, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു. ആ ഒരു മാറ്റം തന്നെ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കത്തെ കാണിക്കുകയാണ്. ന്യൂ ബിഗിനിങ് എന്നാണ് ഏസ് ഓഫ് പെൻഡക്കിൾ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ഒരു ടാസ്ക് തന്നെ വരികയാണ്. യൂണിവേഴ്സ് ഒരു ടാസ്ക് തരാണ്. അതായത് ലൈഫ് എന്ന് പറയുന്നത് ടാസ്കുകൾ കൊണ്ട് നിറഞ്ഞതാണ് അല്ലേ? ഓരോ കടമ്പകളും നമ്മൾ കടന്നു പോകുമ്പോഴാണ് അവിടെ നമ്മൾ വിജയിച്ചു പോകുന്നത്. ഇതാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെയല്ല, എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ന്യൂ ടാസ്ക് വരുന്നു, ന്യൂ ഐഡിയ വരുന്നു. നിങ്ങൾ പുതുതായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. എന്താണ് പ്ലാൻ ചെയ്യുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ നമ്മൾ ഒന്ന് പോസ് ചെയ്യുകയാണ് നമ്മുടെ ലൈഫിനെ. എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റിന് ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്ത്? നമ്മുടെ ലൈഫിൽ എവിടെയാണ് ഒരു തെറ്റു പറ്റിയിട്ടുള്ളത്, ഒരു പാകപ്പിഴ വന്നിട്ടുള്ളത്, അത് തിരുത്തിക്കൊണ്ട് ഇനി എൻ്റെ ഫ്യൂച്ചർ നോക്കണം. അവിടെയാണ് യൂണിവേഴ്സ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതാണ് ഇപ്പോൾ നിങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ എടുക്കുകയാണ്. എന്താണ്? സക്സസ് ആണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നത്. ആ ഒരു സക്സസ്സിലേക്ക് മാത്രമാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് സക്സസ് വരണമെങ്കിൽ ഇവിടെ എന്ത് വേണം? മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അത് നടന്നതായിട്ട് സങ്കല്പിക്കണം. അതിന് യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം. ഇതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നു. ഇവിടെ നിങ്ങളുടെ ആംബിഷനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. അത് തന്നെയാണ് നിങ്ങളിലേക്ക് അബണ്ടൻ കൊണ്ടുവരുന്നതും ഒരു പ്രോസ്പെരിറ്റി കൊണ്ടുവരുന്നതും എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഡയറക്റ്റ് ഫോക്കസ് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത്, അത് നിങ്ങൾ നേടാൻ പോവുകയാണ്. ആ ഒരു ഗോൾ നേടാൻ നിങ്ങൾ പോകുന്നു. ഇവിടെ നിങ്ങളിലേക്ക് വിജയം തന്നെയാണ് കാണിക്കുന്നത്, സക്സസ് തന്നെയാണ് കാണിക്കുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. നിങ്ങളുടെ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്, അവരറിയുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള നിങ്ങളുടെ മെസ്സേജ്, നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജ് നോക്കാം. ന്യൂ ചാപ്റ്റർ എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. വേദനയായാലും സെപ്പറേഷൻ ആയാലും എന്ത് തന്നെയായാലും ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഐ എം ട്രൈങ് ടു മൂവ് ഓൺ. അതായത് ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കാണുന്നു, സക്സസിനെ കാണുന്നു. നിങ്ങളുടെ മൈൻഡിൽ ഫുള്ളും എന്താണിപ്പോൾ? നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളൊന്നുമല്ലായിരുന്നു. നിങ്ങൾ വേദനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, അത് എല്ലാവർക്കും വേണ്ടി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂ ചാപ്റ്റർ. നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ന്യൂ ചാപ്റ്റർ ആയിട്ട് തന്നെ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. ദ സൺ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു പ്രോഗ്രസ്സിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് സക്സസ്സിലേക്ക് എത്തും. നിങ്ങൾ ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരുമോ, അവർ എന്നെ മനസ്സിലാക്കുമോ? യെസ് എന്ന്
യൂണിവേഴ്സ് ഉത്തരം തരുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ കാണുന്നത്. അവിടെ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? നിങ്ങളുടെ നല്ലൊരു കരിയർ കാണുന്നുണ്ട്, നല്ലൊരു ജീവിതം കാണുന്നുണ്ട്, കുടുംബം, നല്ല സന്തോഷമായ ജീവിതത്തെ നിങ്ങൾ കാണുന്നുണ്ട്. അവിടെയും യൂണിവേഴ്സ് പറയുന്നത് സക്സസ് എന്താണ്, സന്തോഷിക്കാൻ പോകുന്നു, സന്തോഷ നിമിഷങ്ങൾ. ഇവിടെ എൻജോയ് ചെയ്യുന്ന വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാക്കുന്നത് സന്തോഷിക്കുന്ന നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ പ്രയത്നിക്കുന്ന കാര്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് തന്നെയാണ് സംഭവിക്കുന്നത്. പുതിയ മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരക്കൽ കാർഡ് എടുക്കാം. യൂണിവേഴ്സിലാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്, യൂണിവേഴ്സിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ യൂണിവേഴ്സ് സക്സസ് കൊണ്ടുവരുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ട് മാത്രം ലൈഫിനെ എടുക്കുക. നമുക്ക് ചുറ്റും ഒത്തിരി നെഗറ്റീവ് എനർജീസ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മതി. നമുക്ക് നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം മതി. ആ ഒരു വിശ്വാസം മാത്രം മതി നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട്. യൂണിവേഴ്സ് കൂടെയുണ്ട്, ഉറപ്പാണ്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഒറക്കൽ ഡെക്ക് കിട്ടിയിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഐ സീ യു ആ സൈഡ് ഓഫ് ദി സ്റ്റോറി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. നിങ്ങൾ കൂടെയുള്ളപ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഒരുമിച്ചുള്ള നിമിഷത്തിൽ, പാസ്റ്റിൽ നിങ്ങളെന്ന വ്യക്തിയെ അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. ഇന്ന് അവർക്ക് തിരിച്ചറിവ് വരുമ്പോൾ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതെന്ന് പറയുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ ഒരു പരിധി വരെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ അവർ അറിയുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു നോ കോണ്ടാക്റ്റ് തന്നെയാണ് അവരിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാർഡ് എടുക്കാം. എന്താണ് ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ കപ്സ് കാർഡ് തന്നെയാണ്. 4 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. 4 കപ്സ് ഉണ്ട്. ഇതിലൊരു കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അതായത് അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിൽ കൂടിയും അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരക്കൽ ഡെക്ക് എടുക്കാം. മിസ്സിങ് ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്, മിസ്സിങ് എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ഹേർട്ട് വളരെയേറെ വേദനിക്കുന്നുണ്ട്. കെമിസ്ട്രിയാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. നിങ്ങളെപ്പോലെയുള്ളൊരു വ്യക്തിനെ അവർ എവിടെയും കണ്ടിട്ടില്ല. ഈ ഒരു അഭിനിവേശം വേറെ എവിടെയും അവർക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു സ്നേഹം എവിടെയും അവർക്ക് തോന്നിയിട്ടില്ല എന്ന് കെമിസ്ട്രി പറയുന്നു, അല്ലേ? നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഒരു സ്പാർക്ക് തോന്നിയിട്ടുണ്ടാവുക അവരെ കണ്ട നിമിഷം മുതൽ ഈ ഒരു നിമിഷം വരെ. ഓക്കെ, ആ ഒരു നിമിഷം വരെ വേറെ എവിടെയും കിട്ടാത്തൊരു തരം ഫീലിങ്സ് നിങ്ങളിലുണ്ടായിട്ടുണ്ടാവണം. അത്രയേറെ ഒരു സ്നേഹം പണ്ടെവിടെയോ മറന്നു വെച്ചിട്ടുള്ളൊരാൾ, പണ്ടെവിടെയോ കണ്ടിട്ടുള്ള ഒരാൾ, മുന്നെപ്പോഴോ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അത് തന്നെയാണ് ഇവിടെ കെമിസ്ട്രി ആയിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നെക്സ്റ്റ് കാർഡ് നോക്കാം. എന്താണ് പറയുക? വീണ്ടും പെൻഡക്കിൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് പെൻഡക്കിൾ ആണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്തെന്ന് നോക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു മെറ്റീരിയൽ അബണ്ടൻ്റ് ആണ് കാണിക്കുന്നത്. പ്രോഗ്രസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഇവിടെ
പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ കരിയറിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നു. നിങ്ങൾ എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യത്തിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. അത് നിങ്ങളുടെ പ്രോഗ്രസ് ആണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഇന്നർ പീസിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ നിങ്ങൾ ഹാർവസ്റ്റ് നേടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യത്തിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാർവസ്റ്റ്. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് അതിൽ കായ ഉണ്ടാവണം അല്ലേ? ആ ഒരു കായ നമുക്ക് എന്താവണം? നമ്മൾക്കൊരു ഏണിങ്സായി മാറണം. അത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്നവർക്ക്, കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഒരു മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ തയ്യാറായിക്കോളൂ, നിങ്ങളുടെ അബണ്ടൻസ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് എടുക്കാം. യൂണിവേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്? എന്താണ്? റിമൈനൈസിങ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. എന്താണ്? അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു പ്രോഗ്രസ് സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ കരിയറിലൊരു ചേഞ്ച് സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ പേഴ്സൺ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്ന ആ ഒരു സമയത്തെ തമാശകൾ എല്ലാവർക്കും മിസ് ചെയ്യുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത്. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ആദ്യത്തെ കാർഡ് തന്നെ ചാരിയറ്റാണ് കിട്ടിയിട്ടുള്ളത്. അത് അവരുടെ തിരിച്ചുവരവ് തന്നെയാണ്, മടങ്ങിവരവ് തന്നെയാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിനെ അവർ കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയാണ് അവരുടെ എല്ലാം. അതവർ തിരിച്ചറിയുന്നു അല്ലേ? രണ്ട് മനസ്സുകൾ തമ്മിൽ ചേർന്നാൽ മാത്രം പോരാ, ആ മനസ്സുകൾ മനസ്സിലാക്കുവാനും അത് വായിച്ചെടുക്കുവാനും സാധിക്കണം. ഒരാളുടെ വികാരങ്ങൾ അത് ഏത് തരമായിക്കോട്ടെ, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊത്ത് ഒരുമിച്ച് പോകാൻ സാധിക്കുന്നവർക്കാണ് ഇവിടെ സോൾമേറ്റ് എന്ന് പറയാം. അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒരു സോൾമേറ്റ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട്, അവരെന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട്, ഇതുവരെയും അവരുടെ കൂടെ നിന്നിട്ടുള്ളത് നിങ്ങളാണെന്ന് ഒരു തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ പോസിറ്റീവിനെ മാത്രമല്ല കാണുക അല്ലേ? ഇവിടെ നെഗറ്റീവ്, ഒരു വ്യക്തിയുടെ നെഗറ്റീവ് മനസ്സിലാക്കിക്കൊണ്ട്, ആ വ്യക്തിയിലെ പോസിറ്റീവിനേക്കാളും നെഗറ്റീവ് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയെ മനസ്സിലാക്കി കൂടെ ചേർക്കുമ്പോഴാണ് അവിടെ ഏതൊരു പ്രണയവും സക്സസ് ആവുന്നത്. പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് അവരെന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്, അവരിലെ എല്ലാ പോരായ്മയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് നിങ്ങളാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരിൽ വരികയാണ്. അതുതന്നെയാണ് അവർക്ക് ഓരോ നിമിഷവും മിസ് ചെയ്യുന്നത്, നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. എന്താണ് യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ആയിട്ട് നൽകുന്ന കാർഡെന്ന് നോക്കാം. 3 കിട്ടിയിട്ടുള്ളത്. 3 പറഞ്ഞാൽ അവർക്ക് നഷ്ടബോധമാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് അവർക്കറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഇല്യൂഷനിൽ പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വാക്ക് കേട്ടിട്ടായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഒരു കരട് പോലെ മറ്റുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവർക്കൊരു തീരുമാനമെടുക്കാനായിട്ട് പറ്റാതെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒറക്കിൾ കാർഡ് കൂടി എടുത്തിട്ട് റീഡിങ് അവസാനിപ്പിക്കും. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക്
നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെല്ലാ നിമിഷവും ഓർത്തെടുക്കുന്നു. നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കുന്ന നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. ഇവിടെ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. റിയൂണിയൻ എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നിങ്ങൾ ഒന്നിക്കാൻ പോവുക അല്ലേ? നിങ്ങൾ ഒന്നിക്കാൻ പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സ്, പ്രപഞ്ചശക്തി നമുക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പിരിക്കാനായിട്ട് ആരെയും കൊണ്ടും സാധിക്കില്ല. നിങ്ങളുടെ സ്നേഹത്തെ പിരിക്കാനായിട്ട് ഇവിടെ ആരെയും കൊണ്ടും സാധിക്കില്ല. ഇവിടെ എന്താ പറയുക, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് കാണുന്നുണ്ട്. ഏതൊക്കെ ശക്തികൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും, നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്കും അവർക്കും ഇടയിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു കാലയളവായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ എല്ലാവരും ശരിയല്ല. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പൂർണ്ണമായിട്ടും ശരിയെന്ന് പറയാൻ പറ്റില്ല. നമ്മളിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇവിടെ ഇന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിലെ നെഗറ്റീവിനെ നമ്മൾ മാറ്റി നിർത്തുക, പോസിറ്റീവിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. ഇവിടെ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിനോട് എനിക്ക് പറയാനുള്ളത്, ഈ റീഡിങ് കാണുന്ന നിമിഷം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഞാനും എൻ്റെ പേഴ്സണും തമ്മിൽ കണ്ടുമുട്ടിയ ആ നിമിഷങ്ങളെ ഞാൻ ഓർത്തെടുക്കുകയാണ്. ആ ഒരു സന്ദർഭം, സമയം, ആ ഒരു നല്ല നിമിഷങ്ങൾ, നിങ്ങൾക്ക് അപ്പോഴുണ്ടായ ആ ഒരു ഫീലിങ്സ്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു നിമിഷം, നിങ്ങൾക്ക് എന്താണോ ഉണ്ടായിട്ടുള്ളത് ആ ഒരു അനുഭവത്തെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക. അവിടെ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. കാരണം റീയൂണിയനിലാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിനേക്കാളും പുതുതായിട്ട് തുടങ്ങുവാനുമാണ് ഇവിടെ യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സ്നേഹം എവിടെയും എൻ്റായി പോവുകയില്ല എന്ന് തന്നെ ഇവിടെ പറയുന്നു. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.